എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കവിതകളും അങ്ങനെയാണ്. നമ്മൾ അറിയാത്ത, പേരറിയാത്ത, അല്ലെങ്കിൽ ഒരുപാട് വായിച്ചിട്ടില്ലാത്ത എത്രയോ കവികളുണ്ട് എന്നറിയാം. നമ്മൾ കവിതയിലേക്കുള്ള ഒരു സഞ്ചാരം നടത്തുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുക. ആശാൻ മാത്രമല്ല, ആ കാലം മുതൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്. കവി എപ്പോഴും കണ്ണീരിന്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ അതനുസരിച്ച് നിന്നിട്ടുള്ള, മറ്റുള്ളവന്റെ സങ്കടം കണ്ട് വല്ലാതെ ആർദ്രമായി പോകുന്ന മനസ്സുള്ളവനാണ് കവി. അത് ആസ്വദിക്കാനുള്ള കഴിവും അത് അങ്ങനെ തന്നെയാണ്. കവിതയിലേക്ക് കൂടുതൽ നമ്മൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു മാജിക് ഉണ്ടല്ലോ, കുറെ കൂടി അനുതാപത്തോടെ, കരുണയോടെ മനുഷ്യരെ, ലോകത്തിനെ ഒക്കെ കാണാൻ നമുക്ക് പറ്റും. ഈ അഹം എന്ന ഭാവം വെടിഞ്ഞിട്ട് എല്ലാം ഞാനും നീയും ഒന്ന് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കവിതയുടെ ഒരു സൗന്ദര്യമാണ്. കവിത നമ്മളെ തരിച്ചാക്കില്ല ഒരിക്കലും. അതാണ് കവിത ചെയ്യുന്നത്. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം, മാലേറെയെങ്കിലും അതീവ മനോഭിരാമം എന്നാണ് പറയുന്നത്. ആശാന്റെ സീതയാണ്. കാലം കുറഞ്ഞ ദിനം, കുറച്ചു കാലേ ഉള്ളൂ നമ്മളിവിടെ, അല്ലെ? പക്ഷെ അർത്ഥദീർഘമാണ്. അർത്ഥദീർഘമാക്കി ജീവിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെ ആക്കണം. മാലേറെയാണ് എങ്കിലും അതീവ മനോഭിരാമമാണ് ജീവിതം. ജീവിച്ചിരിക്കുക എന്നുള്ളത് എത്ര മഹത്തരമാണെന്ന് കവിത പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രമീളാദേവി മാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രണയമേതുപോൽ എന്ന കവിതയുണ്ട്. അവ തൂവൽ പൊഴിക്കുന്ന പുലരി പോലെയോ പൂവുകൾ പോലെയോ എന്നാണ് ചോദിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്.